ഹായ് ഗൈസ്, വെൽക്കം ടു ഡൈക്കാസ് എന്തൂസിയാസ്റ്റ്. എൻ്റെ പേര് കണ്ണൻ എന്നാണ്. എന്നെ അറിയാവുന്ന കുറച്ച് പേര് കാണും, എന്നെ അറിയാൻ മേലാത്ത കുറേ പേര് കാണും. അതിലൊന്നും ഒരു കാര്യമില്ല. ഇവിടെ ഞാൻ ഇന്ന് വന്നേക്കുന്നത് മാച്ച് ബോക്സിൻ്റെ മൂവിങ് പാർട്സ് എന്ന് പറഞ്ഞ ഒരു സീരീസിൽ വരുന്ന BMW M5 ടൂറിങ് കിഡിലെ സാധനമാണ് ഗൈസ്. ഒന്നും പറയാനില്ല. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 399 റുപ്പീസാണ്. ബട്ട് ഇത് വെർത്താണോ അല്ലേന്ന് ചോദിച്ചാൽ ഡൗട്ടുണ്ട്. ബട്ട് BMW ആയതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചു. സോ നമ്മൾ M5ൻ്റെ ടൂറിങ് മോഡൽ എങ്ങനെയുണ്ട് സാധനം, വാല്യൂ ഫോർ മണി ആണോ, ക്വാളിറ്റി എങ്ങനെയുണ്ട്, പെയിൻ ക്വാളിറ്റി എങ്ങനെയുണ്ട്, സാധനം മേടിക്കണോ വേണ്ട, ഇത് എവിടെ നിന്ന് മേടിക്കാം എന്ന് വരെ നമ്മൾ പറഞ്ഞു തരും. സോ ഇത് ഫസ്റ്റ് ടൈമാണ് ഒരു ലോങ് വീഡിയോ ചെയ്യണത്. അതിൻ്റെ തെറ്റുകുറ്റങ്ങൾ എന്തൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. ഉറക്കം വരാത്ത പേരിന് ചെയ്യണ വീഡിയോ ആണിത്. സോ നമുക്കിപ്പോൾ ഇത് അൺബോക്സ് ചെയ്യണം. ഞാൻ നേരത്തെ തുറന്നാണെന്നാലും ഒരു ഫ്ലോയ്ക്ക് ഞാൻ കാണിച്ചു തരാം. വലുതായിട്ടൊന്നുമില്ലതേ, പൊളിക്കുന്നു, തുറക്കുന്നു, എടുക്കുന്നു. ഓക്കെ, ആസ് യൂഷ്വൽ എല്ലാം MRP വരുന്നത് 399. സോ ഇതാണ് സാധനം. ഇതിൽ നിന്ന് എടുക്കണം. കൊള്ളാം. ഇതൊരുമാതിരി നമ്മുടെ കോൺ ഐസ്ക്രീം കിട്ടുമ്പോൾ അതിൻ്റെ ഒരു കോണിൻ്റെ ഒരു ടെസ്റ്റർ. കൊള്ളാം, പോട്ടെ. സോ ഇതാണ് നമ്മുടെ സാധനം. ഓക്കെ, ഫ്രണ്ട് വ്യൂ കാണാമോ, ഫോക്കസ് ആണോ അറിയില്ല. സോ ഇതാണ് സാധനം. BMW M5 ടൂറിങ് 2025 BMW മോഡലാണ്. ഓക്കെ, ഒരു ടിപ്പിക്കലല്ല, പുതിയ ജനറേഷനാണ്. ഫ്രണ്ട് ഗ്രില്ല് കാണുമ്പോഴേക്ക് മനസ്സിലാവും. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ആ ഗ്രില്ല് പുതിയ M5 തൊലച്ച് കളഞ്ഞു. പേഴ്സണൽ ഒപ്പീനിയൻ, എനിക്കത് ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് കണ്ട് വരുമ്പോൾ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് BMW M4 ഫസ്റ്റ് ടൈം ഇറങ്ങിയപ്പോൾ ആ കിഡ്നി വലിയ ഗ്രില്ല്, ഐ ഡിഡ്ന്റ് ലൈക്ക് ദാറ്റ്. ലിറ്ററലി BMW ഇഷ്ടം അപ്പോഴേ പോയി. ബട്ട് ഇങ്ങനെ കണ്ടെന്ന് വെച്ചാൽ നേരിട്ട് കാണാൻ ഇവിടെ ഒരു ഓപ്ഷൻ ഇല്ല. നമ്മൾ അധികം കണ്ടിട്ടില്ല BMW M4 മോഡലിൽ. ഇപ്പോൾ കുറേ ഫേസ് ലിഫ്റ്റ് ഉണ്ട്. ബട്ട് വീഡിയോസിലും ഫോട്ടോസിലും കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട്. ഐ ഹാവ് ലോട്ട് ഓഫ് BMW M4. ബാക്കിൽ കാണുമോ അറിയത്തില്ല, ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഏറ്റവും കൂടുതൽ ഹോട്ട് വീൽസും ഡൈക്കാസ് ഉള്ളത് BMW M4 മോഡലാണ്. സോ അത് വിട്. ഇതാണ് നമ്മുടെ സാധനം വരുന്നത്. ഇതിൻ്റെ മൂവിങ് പാർട്സ് എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട് ഹുഡ് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത്തിരി ടാസ്ക് പിടിച്ച പരിപാടി. ഞാൻ ഇങ്ങനെയൊക്കെ നേരത്തെ വെയിറ്റ് വഴിയുണ്ട്. ഒരു ടൂൾ എടുത്തോട്ടെ, എൻ്റെ കയ്യിൽ ഉണ്ട് ആ സാധനം. സാധനം കിട്ടിയതേ, പ്ലക്കർ. ഇതാണ് പ്ലക്കർ. ഞാൻ പ്ലക്കർ എന്ന് പറയും. പ്ലക്കി. ഓക്കെ, അപ്പോൾ നമ്മൾ പ്ലക്കി എടുത്തിട്ടുണ്ട്. സാധനം മൂവിങ് പാർട്സിൻ്റെ ഇത് ബോണറ്റ് ഓപ്പൺ ആവുന്നത് കാണാമെന്ന് വെച്ചാൽ മച്ച് ഡീറ്റെയിൽഡ് ആണെന്ന് ചോദിച്ചാൽ ഓക്കെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ അകത്ത് ഒരു M സീരീസിൻ്റെ ആ ലോഗോ കൊടുത്തിട്ടുണ്ട്, പിന്നെന്തോ ചുവപ്പ് വരാ. ഇന്ത്യ അത്ര ഡീറ്റെയിൽ ആയിട്ട് തോന്നുന്നില്ല. ബട്ട് ഈ പ്രൈസിൽ ഡീറ്റെയിൽഡ് ആണ്. നമ്മൾ കമ്പയർ ടു അതർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് പ്രശ്നമുള്ളൂ. ഈ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ 399 ഓക്കെ. പെയിൻ ക്വാളിറ്റീസ് ഓക്കെ. ഫ്രണ്ടിൽ അതിൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ബാക്കിലാണെങ്കിൽ ടെയിലൈറ്റ് പെയിൻറ്റഡ് ആണ്. പിന്നെ ഇത് BMW ലോഗോ. വീൽസ് വെക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല, അത്ര എനിക്ക് പറയാനുള്ളൂ. അത്ര അടിപൊളിയാണെന്ന് വെച്ചാൽ അതുമല്ല. പിന്നെ ഇതിൻ്റെ മെയിൻ പാർട്സ് പറയാനാണെങ്കിൽ ബാക്കിൽ അണ്ടറിൽ എന്താ ആസ് യൂഷ്വൽ BMW M5 2025 M5 മാച്ച് ബോക്സ്. അതിൻ്റെ അത്ര മച്ച് ഡീറ്റെയിൽഡ് ഒന്നുമല്ല. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഇതിൻ്റെ ഫുൾ ഗ്ലാസ് ആണ്. ഇവിടുന്ന് ഇവിടം വരെ ഗ്ലാസ്. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ മേടിക്കത്തില്ല എന്ന് ഞാൻ പറയണില്ല. BMW എനിക്ക് BMW എന്ന് വെച്ചാൽ പ്രാന്താണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ എവിടെ കിട്ടിയാലും ഞാൻ BMW ആണെങ്കിൽ പൈസ നോക്കത്തില്ല, മേടിക്കും. പൈസ ഉണ്ടെങ്കിൽ ഈ പ്രീമിയം ഫീൽ ഉണ്ടെന്ന് വെച്ചാൽ ഇല്ല ഗൈസ്. ഞാൻ ഇതിനെ കമ്പയർ ചെയ്യാൻ പോകുന്നത് CC ബ്രാൻഡുമായിട്ടാണ്. കാരണം ഇത് 399 ആണ്. CC നമുക്ക് 399 ബിലോയും കിട്ടുന്നുണ്ട്. 399 ഒരു M4 കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. അത് പിടിക്കുമ്പോൾ നമുക്കൊരു പ്രീമിയം ഫീൽ കിട്ടും. ലൈക്ക് ഓക്കെ 399 BMW M4 ഓക്കെ M5 ലൈക്ക് ഇതിനൊരു പ്രീമിയം ഫീൽ കിട്ടില്ല. മേ ബി ഈ ടയറിൻ്റെ കുലുക്കം കേട്ടു നിങ്ങൾക്ക്. ഈ വീൽസ് അത്ര ഫിറ്റഡ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിന് പിന്നെ സസ്പെൻഷൻ വരുന്നുണ്ട്. ഇതിന് സസ്പെൻഷനൊന്നും വരുന്നില്ല. ഇതിന് മൂവിങ് പാർട്സ് വരുന്നതുകൊണ്ട്. ബട്ട് ആ CC നമുക്ക് വാല്യൂ ഫോർ മണിയാണ്. കാരണം അത് ഒന്നും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല CCക്ക്. ബട്ട് അതിൻ്റെ സസ്പെൻഷൻ ആയാലും അത് ചെയ്തേക്കുന്ന രീതിയാണ് പ്രീമിയം ക്വാളിറ്റി തോന്നും. ഇതെനിക്ക് അത്ര തോന്നിയില്ല. പിന്നെ സീരിയസ്ലി മാച്ച് ബോക്സിൻ്റെ മൂവിങ് പാർട്സ് ഞാൻ ഫസ്റ്റ് ടൈമാണ് മേടിക്കണം. ഐ മീൻ ഇങ്ങനെ ബ്ലിസ്റ്റർ അല്ലാത്ത കാർഡിൽ വരുന്നത്. അത്ര ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബട്ട് എന്ത് പറഞ്ഞാലും ഇതൊരു BMW, അതുകൊണ്ട് മാത്രം ഞാൻ മേടിച്ചാണ്. എനിക്കിതിനെ സ്റ്റേഷൻ വാഗൻ ടൈപ്പ് കാർ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതും കാണിച്ചു തരാം. ഇതിൽ കുറേ വാഗൻ ടൈപ്പ് മോഡൽസ് ഉണ്ട്. ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഫേവറേറ്റ്
ഹോട്ട് വീൽസിലൊന്ന് വാഗണാണ്. സോ ഞാനത് എന്തായാലും കാണിച്ചു തരാം. എൻ്റെ F5 അധികം 1-2 പീസേ ഉള്ളൂ. സോ ഞാൻ മേടിച്ചു. നിങ്ങൾ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അതെ താഴെ എൻ്റെ വാട്സപ്പ് നമ്പർ എടുത്തേക്കാം. ഞാൻ ഇത് സെയിലും ചെയ്തായിരുന്നു. MRPയിലാണ് ഞാൻ സെയിൽ ചെയ്തത്, വില കൂട്ടിയിട്ടില്ല. ഈ കാറിന് ചില എല്ലാത്തിനും ഞാൻ വില കൂട്ടിയിട്ടുണ്ട്. ഇതിന് ഞാൻ MRPയിൽ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ സ്റ്റോക്ക് ഓൾമോസ്റ്റ് തീർന്നിരിക്കുകയാണ്. പുതിയത് വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. സോ ഗൈസ്, ഞാൻ കുറേ പൊട്ടത്തരമൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. ഇങ്ങനെ റിവ്യൂ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത്. ബട്ട് നമ്മൾ ചെയ്താണ് ഇമ്പ്രൂവ് ആകുന്നത്. സോ ഞാൻ എന്തായാലും ഇമ്പ്രൂവ് ചെയ്യും. ഇതിപ്പോൾ ഐ കോണ്ടാക്റ്റ് പലയിടത്തും ആയിട്ടുണ്ട്. കാണിക്കുന്ന രീതിയൊക്കെ തെറ്റായിരിക്കാം, പറയുന്ന രീതികളൊക്കെ തെറ്റായിരിക്കാം, പറഞ്ഞതെല്ലാം ശരിയാണെന്ന് വെച്ചാൽ അതും തെറ്റായിരിക്കാം. സോ നമ്മളതൊക്കെ തിരുത്തും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. ഇനി എങ്ങനത്തെ കണ്ടൻറ്റ് വേണം നിങ്ങൾക്ക്? ലൈക്ക് കൂടുതൽ കാർ എക്സ്പ്ലോർ ചെയ്യണം, അല്ല ഇതൊക്കെ എവിടെ നിന്ന് മേടിക്കാൻ കിട്ടും, ഈ പ്രൈസ് റേഞ്ചിൽ ഏതായിരിക്കും ബെറ്റർ ബ്രാൻഡ്, ഹോട്ട് വീൽസ് ആണോ, മാച്ച് ബോക്സ് ആണോ, മെജോറിറ്റി ആണോ, സോ അതർ കൈൻഡ് ഓഫ് നമ്മുടെ മിനി GT, ഡോസ്, പാര 64, ലോട്ട് ഓഫ് നമ്മൾ അറിയാത്തത് കുറേ കാര്യങ്ങളുണ്ട്. എല്ലാവരെയും പറ്റിയല്ല ഗൈസ് പറയണത്, കുറച്ച് പേര്. ഇപ്പോൾ എനിക്കായാലും ഞാൻ സ്റ്റാർട്ടിങ് ഹോട്ട് വീൽസ് മാത്രമേ എനിക്കറിയത്തുള്ളായിരുന്നു. പിന്നെയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ മിനി GT, പാര 64, മാച്ച് ബോക്സ്, മെജോറിറ്റി, ഇനോ 64. സോ അങ്ങനെ കുറേ ഉണ്ട്. ഇനി ഞാൻ അറിയാത്ത ഇനിയും ബ്രാൻഡ്സ് ഉണ്ട്. സോ അങ്ങനത്തെ കണ്ടൻറ്റ് ചെയ്യണോ, അതോ നിങ്ങൾക്ക് ഇത് മേടിക്കണം എവിടുന്നാണെന്ന് മാത്രം അറിഞ്ഞാൽ മതിയോ, ഇതിൻ്റെ പ്രൈസ് അറിഞ്ഞാൽ മതിയോ? എന്താണ് ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിരിക്കും. എനിക്കിതിൻ്റെ സെയിൽസ് ഉണ്ട് ഗൈസ്. ഡൈകാസ്റ്റ് ആണ് ഞാൻ കൂടുതൽ സെയിൽ ചെയ്യണത്. ഹോട്ട് വീൽസ്, മെജോറിറ്റി, മാച്ച് ബോക്സ് ഒക്കെ ഞാൻ കളക്ട് ചെയ്യാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി എന്താ, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ബെല്ലൈക്കൺ അടിക്കണ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മതി. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ കാണാൻ ഇൻട്രസ്റ്റിനെ മാത്രം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ബൈ.